അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ പൊളിച്ചടിക്ക് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം അല്ലെ? ചേട്ടാ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണോ? അതെ. ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. ഞാൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ. ആ ക്ഷീണം എന്നുള്ള സാധനം എന്റെ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മുടെ നമ്മൾ നിഘണ്ടുവില് എപ്പോഴും അങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല. ആയിരിക്കും. ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും. ഏത് ആ. സമയത്ത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. ഉം. ആ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ. ഇങ്ങനെ ലൈം ലൈറ്റിൽ എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ആ ചേട്ടന്റെ ഒരു വീഡിയോസ് വൈറലായി തുടങ്ങിയ കാലഘട്ടം മുതൽ അന്ന് നിന്ന ആൾക്കാർ ഇന്നും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വൈറലായിട്ടില്ല. പക്ഷെ ദാസേട്ടന്റെ കണ്ടന്റുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ എന്താണ് ഇതിന്റെ സീക്രട്ട്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉയർച്ചയുണ്ടാവാം, തളർച്ചയുണ്ടാവാം. ഉയർച്ചയിലും തളർച്ചയിലും കൂടുതൽ സന്തോഷിക്കാതെ, തളർച്ച വരുമ്പം കൂടുതൽ ദുഃഖിക്കാതെ ഒരു മീഡിയം ലെവലിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് എന്റെ പോളിസി. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും നമ്മള് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്? ഞാൻ 2019 ടിക്ടോക്ക് കൂടിയാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം 7 വർഷം. 7 കൊല്ലം. അതെ. ഈ 7 കൊല്ലത്തിലെ ഈ ദാസേട്ടന്റെ ഒരു വളർച്ച എങ്ങനെയാ ശരിക്കും ഇപ്പൊ നോക്കിക്കാണുന്നത്? വളർച്ച എന്ന് പറയുമ്പം ഒരു മനുഷ്യൻ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്നുള്ളതല്ല വളർച്ച. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അറിയാലോ. അപ്പൊ എന്റെ ജോലി സംബന്ധമായ കിട്ടുന്ന ഇടവേളകളിൽ ഒരു എന്റർടൈൻമെന്റ് പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഈവൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ അങ്ങനെയാണ്. അപ്പം ഇപ്പൊ അടുത്ത കാലത്ത്, കുറച്ചു കാലത്ത്, ഒരു 2 വർഷത്തോളമായിട്ടാണ് ഈ സിനിമ കൂടുതൽ ഒരു എന്താ പറയാ, കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ആ മേഖലയിൽ കൂടുതൽ ഇറങ്ങി പോകാൻ എനിക്ക് താല്പര്യം വന്നത് ഈ ഒരു 2 വർഷത്തോളം. അപ്പൊ നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് നമ്മൾ ദാഹിക്കുന്നു, നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സിനിമകളുടെ ലിസ്റ്റുകൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോ തന്നെ ആളുടെ ഒരു കരിയർ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. സിനിമകളുടെ പേരുകൾ അതേപോലെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് തിയേറ്റർ മൂവി ഇറങ്ങിയത് അപൂർവപുത്രന്മാർ. അത്യാവശ്യം പിന്നെ നല്ല റോളാണ്. ഒരു കഥയിലേക്ക് പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഒരു കഥാപാത്രമാണ്. അതിപ്പോ ആമസോൺ പ്രൈമിൽ OTT. നമ്മൾ ഈ റീലിൽ അഭിനയിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നതും സിനിമയും തമ്മില് എന്താ ശരിക്കും ഒരു വളരെ വ്യത്യാസമുണ്ട്. മറ്റേ നമ്മൾ സ്വന്തം കണ്ടന്റില്ലേ, നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് തന്നെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. സിനിമ അങ്ങനെയില്ല. പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഡയറക്ടർക്ക് അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നമ്മളെ ക്യാരക്ടറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോകേണ്ട മേഖലയാണ് സിനിമ. അവിടെ നമ്മൾ ആ ഒരു തമാശകളി പോലത്തെ സാധനം സിനിമ ശരിയാവില്ല. സീരിയസ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 7 വർഷത്തില് ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് ശരിക്കും ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പല രീതിയിൽ. ഏതൊക്കെ രീതിയിലായിരിക്കും? കാരണം അന്ന് ചെയ്ത കണ്ടന്റുകളും ഇപ്പൊ ചെയ്യുന്ന കണ്ടന്റുകളും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അത് ഏതൊരു പോയിന്റിലായിരിക്കും അത് ശരിക്കും നമുക്ക് ട്രാക്ക് മാറ്റണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, 2 വർഷത്തോളമായിട്ട് മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേക്ക് താല്പര്യം വന്ന സമയത്ത് നല്ല നല്ല കണ്ടന്റുകൾ, ഓൺ കണ്ടന്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിനിമയിലെ കാര്യങ്ങൾ എടുത്ത് ചെയ്യല്ല, ഓൺ കണ്ടന്റുകൾ ഏതൊക്കെ രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, ഞങ്ങളുടെ ടീം തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ട് ആ രീതിയിൽ ഇപ്പൊ എന്റെ ലാസ്റ്റ് കണ്ടന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് പോകാനാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ പോലെ റീൽസ്, പാട്ട്, സിനിമയിലെ പാട്ട് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുക, ഓൺ കണ്ടന്റുകൾ ചെയ്യുക. അത് ജനങ്ങളുടെ മനസ്സിൽ ഇടനേരുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴേ പണ്ടത്തെ കണ്ടന്റുകളൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ സ്വന്തമായിട്ടിരുന്ന്? 100%. എന്താ തോന്നണേ ആദ്യം ചെയ്തിരുന്ന വീഡിയോ? അതായത് എനിക്ക് തോന്നുന്നു ഒരു 3000 അടുത്ത് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം മാത്രം ചെയ്തിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മുകളിൽ താഴോട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പെർബോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങളാകുമ്പോൾ ഇത് ഞാൻ തന്നെ ആണോ? അല്ല, അതല്ല, അതിനെ കൊണ്ടൊക്കെ മോശമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മളെ വർത്താനത്തില്, സ്വഭാവത്തില്, അഭിനയത്തിലൊക്കെ ഒരുമാതിരി ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എനിക്ക് ഗുണകരമായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾ തന്നെ വിളിക്കുന്നുണ്ട് അഭിനയിക്കാനൊക്കെ. അത് ആ ചേഞ്ച് കൊണ്ടായിരിക്കാം എനിക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അന്നത്തത് വെച്ച് നോക്കുമ്പോഴേ ഇത്ര വേണ്ടായിരുന്നു, ഇച്ചിരി പൊടിക്ക് കുറയ്ക്കായിരുന്നു എന്നൊരു ചിന്ത തോന്നാറുണ്ട്. ഇപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ഏറ്റവും ഒരു ശരി ഇതിനെ കാണണ്ട എന്ന് മാറ്റി വെക്കുന്ന വീഡിയോസ് ഉണ്ടോ? ഞാൻ ഡാൻസ് പഠിച്ച ആളൊന്നല്ല, അറിയാലോ. അപ്പൊ നമുക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മൾ കുറെ പ്രകടനങ്ങളെ കാഴ്ചവെക്കാറുണ്ട്. അതൊക്കെ ഇപ്പം കാണുമ്പം, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരെ കുറ്റം പറയില്ല. അവരെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, അന്നത്തെ സംഗതി കുറച്ച് ഓവറല്ലേ, കുറച്ച് കുറയ്ക്കാമായിരുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. ലേശം. ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഈ 2 വർഷത്തെ ഗ്യാപ്പിന് തൊട്ട് മുന്നേ തൊട്ടുള്ള സമയങ്ങളിൽ തന്നെ ദാസേട്ടൻ ആ ട്രാക്ക് മാറ്റി തുടങ്ങിയിരുന്നു. അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? കാരണം കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങിയിരുന്നു. ആ സമയത്ത് ചേട്ടന്റെ കൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെട്ടവരിൽ നിന്ന് പെട്ടെന്നൊരു ഡ്രിഫ്റ്റ് ആയിരുന്നു. അതെങ്ങനെയാണ് ശരിക്കും അതുണ്ടായത്? അതായത് നല്ല നല്ല ആദ്യം ചെയ്തതെന്ന് കുറെ മാറ്റം വരുത്താൻ വിചാരിച്ചത്, ഞാൻ സിനിമകളിലൊക്കെ 2-3 നല്ല സമയമാണ് എന്റെ ഫസ്റ്റ് മൂവി അമർലുവിന്റെ. സിനിമകളിൽ അഭിനയിച്ച് വന്ന ഒരു ഘട്ടത്തില്
ആ സിനിമകൾ അഭിനയിക്കുന്ന ആളാകുമ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് വരുത്തുമെന്ന് വിചാരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ കുറെ ആൾക്കാരുടെ ഉപദേശിക്കുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യുക ദാസേട്ട നന്നാവും. അങ്ങനെ ഒരു കൂട്ടം സുഹൃത്ത് വലയങ്ങളിലെ വികാരം മനസ്സിലാക്കി എനിക്കും മാറ്റം വരണമെന്ന് വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് മാറ്റിയത്. ഈ ട്രോൾസ് ഒക്കെ ഒരുപാട് ആദ്യം വന്നിട്ടുണ്ടല്ലോ, അതില് ഇപ്പൊ വരവ് കുറവാ. ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ട്രോൾസ് വരൂല. അതെ, അന്ന് ട്രോളുകൾ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് നല്ലതായപ്പോ അത് മെയിൻ ആയിട്ടുള്ള കാര്യം, അതെ, നല്ലത് വരുമ്പോ അത് അതെ, വാർത്തയാകുമ്പോൾ അതെ, കുറവായിരിക്കും. അന്ന് ട്രോളുകളിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ട്രോൾസ് ഉണ്ടോ? അന്ന് അങ്ങനെ മനസ്സിൽ നിൽക്കാൻ പറയുമ്പോ ഒക്കെ ട്രോൾ തന്നെയായിരുന്നു. അന്ന് എല്ലാം വ്യത്യാസമൊന്നുമില്ല. അന്ന് ഇപ്പൊ നമ്മളെ കുറെ ആൾക്കാർ ഇപ്പത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല റീച്ചിൽ. ഇപ്പത്തെ അവരൊക്കെ തുടക്കകാലത്ത് എന്റെ ട്രോൾ അവർക്ക് കുറെ ഗുണകരമായിട്ടുണ്ട്, എന്നെ ട്രോൾ ചെയ്തിട്ട്. ട്രോൾ ചെയ്ത് പിന്നെ അവരുടെ പേരുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പത്തെ കുറെ ആൾക്കാരൊക്കെ അന്ന് എന്റെ കുറെ ട്രോൾ ചെയ്തിട്ട് അവർക്ക് കയറാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് എന്റെ ഡാൻസ് കളി തന്നെ ഒരു പ്രത്യേക സ്റ്റൈലില് ഒരു നമ്മളെ ഇതില്ലേ, നമ്മളെ ഷോക്കപ്സർ പോലെയൊക്കെയാണ് എന്റെ ചാട്ടങ്ങളൊക്കെ. അതൊക്കെ പൂർണ്ണമായിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ട്രോളുകളിൽ വന്നിട്ടുണ്ട്. അന്ന് എനിക്കൊരു കൊറോണ സമയത്താണത്. പാലാ സജിയായിട്ടുണ്ടായിരുന്നു, പാലാ സജിയായിട്ടും ദാസേട്ടനും കോഴിക്കോട്. ഈ രണ്ട് വ്യക്തികൾ നോർത്തും സൗത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തതാണ്, രണ്ട് സൈഡ് ഭരിച്ചുകൊണ്ട്. ഇപ്പൊ ഈ രണ്ടാൾക്കാർ ഓരോ ദിവസം ഇടുന്ന റീലുകൾ, ഓരോ ദിവസം ഇടുന്ന കണ്ടന്റുകൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര ട്രോളായി എടുത്ത് അവർ റീച്ച് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഒറ്റയ്ക്ക് പറന്ന് പന്തലിക്കാൻ കഴിയില്ല, മരത്തിനെ ചുറ്റിപ്പറ്റി ചില ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ചില അതേപോലെയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല, അങ്ങനെ രീതിയിലേക്ക് ഞങ്ങൾ ചെയ്ത കണ്ടന്റുകൾ അവർക്ക് ഗുണകരമായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സ് ആയി മാറിയിട്ടുണ്ട്. അവർ പേരെന്ന് ഞാൻ പറയും. ഇതിങ്ങനെ ഓരോരുത്തർക്ക് നമ്മള് ചോറാവുമ്പോഴേ, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞൊരു ഇന്റർവ്യൂല്, അതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അതിനെ പറ്റി സംസാരിച്ച് 55ഓളം സ്ത്രീകൾക്കാണ് ഞാനൊരു പുതിയൊരു വഴി ഒരുക്കി കൊടുത്തതെന്ന്. ഈ കണക്ക് കറക്റ്റ് ആണോ? അല്ല, അതായത് 50ഓളം ആൾക്കാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അപ്പം ധാരാളം ആൾക്കാർ, ഇപ്പം ഒരാൾ ദിലീപേട്ടന്റെ പവി കെയർടേക്കിൽ നായികയായിട്ട് വന്നിട്ടുണ്ട് കുട്ടി. പിന്നെ ഒരു വൈറലായത് രേണുസുധീനെ എന്റെ റീൽസിൽ കൂടെ വന്ന് ഞാനാണ് വിളിച്ചത്. രേണു വന്നിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ, അങ്ങനെ ഒരു ആൾക്കാരൊക്കെ നല്ല, ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്റെ റീലിൽ കൂടെ വന്ന കുട്ടിയാണ് ശ്രീലക്ഷ്മി. അങ്ങനെ ഇപ്പോഴും കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താ, എന്നെ സംബന്ധിച്ച് എന്റെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരൊന്നല്ല. എന്റെ കൂടെ നിന്ന റീച്ചുള്ള ഒരാളാണ് ഞാൻ. റീച്ചുള്ള ആളാകുമ്പോൾ കൂടെ നിന്ന് റീച്ച് വന്ന് സ്വാഭാവികമായി അവർക്ക് വളരാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കും. അങ്ങനെ സിനിമകളിലൊക്കെ രേണു ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. ഇപ്പം പിന്നെ നേരത്തെ പറഞ്ഞ കുട്ടി പവി കേട്ടേക്കിൽ അഭിനയിച്ചു, എന്റെ ആൽബത്തിൽ എന്റെ കൂടെ നായികയായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നത്, ആ വെബ് സീരീസിൽ കണ്ട കുട്ടി ദാസേട്ടന്റെ കൂടെ റീൽ ചെയ്ത കുട്ടിയല്ലേ? അതെ, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ രേണുസുധിക്ക് ഒരു പുതിയൊരു, തീർച്ചയായും 100%. പിന്നെ ഞാനും രേണുസുധി ഇപ്പൊ 2 ദിവസം മുമ്പ് ആൽബം ചെയ്തിട്ടുള്ളൂ, മന്ദാരച്ചേരി. ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ 2 ദിവസം മുന്നേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ നമുക്ക് എന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ എന്നെ അങ്ങനെ മറക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. ആരാണെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഇപ്പൊ രേണു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ശ്രീലക്ഷ്മി പറയാറുണ്ട്, ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ റീൽ ചെയ്തിട്ട് വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ആരും എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല. അത് ഏതൊരാളാണെങ്കിലും 2 വർഷം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ ദാസേട്ടാ എന്താ സുഖം തന്നെയല്ലേ ഓർമ്മ. ആ സൗഹൃദം എപ്പോഴും അവരായിട്ട് എനിക്ക് തുടരാൻ കഴിയുന്നുണ്ട്.